ഹരിക്കൊപ്പം തന്നെയായിരുന്നു അവൾ താഴേക്ക് ഇറങ്ങി വന്നിരുന്നത്. ശ്രീദേവ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും വരവ് കണ്ട് അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു. നീ ഇനിയിപ്പോൾ ബസ്സിനൊന്നും പോകണ്ട ദേവ, ഒരു ഓട്ടോ വിളിച്ചിട്ട് വാ. ഇവിടെ ഇന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണം. അതിനെന്താ ഏട്ടാ? ഓട്ടോ? എൻ്റെ ബുള്ളറ്റുണ്ട്, അതുപോലെ ഏട്ടൻ കൊണ്ടുവിട്. അതൊന്നും ശരിയാവില്ല. നീ ഒരു ഓട്ടോ പോയി വിളിച്ചിട്ട് വാ. അവൾക്ക് സമയമായി, ഉച്ചവരെ ഉള്ളല്ലോ അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രീഹരി ചോദിച്ചപ്പോൾ അവൾ അതേന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു. പരിപാടി തീരാറാവുമ്പോൾ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാനപ്പോൾ ഓട്ടോ പറഞ്ഞേക്കാം. ശ്രീഹരി അങ്ങനെ പറഞ്ഞപ്പോഴും അവളുടെ മുഖം അത്ര തെളിഞ്ഞിരുന്നില്ല. അവനോടൊപ്പം ആ ബൈക്കിൽ ഒരുമിച്ച് ചേർന്ന് പോകുവാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നുവെന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ അവളുടെ മുഖത്തെ മ്ലാനത ശ്രീഹരിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ശ്രീദേവ് ഓട്ടോ വിളിക്കാനായി പോയിരുന്നു. ഓട്ടോയിൽ അവളെ കയറ്റി വിട്ടതിന് ശേഷമാണ് ശ്രീഹരി മുറിയിലേക്ക് എത്തിയത്. മുറിയിലേക്ക് വന്നപ്പോൾ അവൻ നേരെ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞു പോയ ചില നിമിഷങ്ങളുടെ ഓർമ്മകൾ ചൊടിയിലൊരു പുഞ്ചിരിയായി പരിണമിച്ചിരിക്കുന്നു. എന്താണ് തനിക്ക് സംഭവിച്ചത്? ഒരിക്കലും ഇങ്ങനെ അവളെ കാണാൻ സാധിക്കില്ലെന്ന് കരുതി ഈ ഒരുവളിൽ താൻ പ്രണയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈ യൗവനകാലത്ത് തന്നിലൊരു വീണ്ടും ഒരു കൗമാരക്കാരൻ ഉണരുകയാണോ? അങ്ങനെ പല ചോദ്യങ്ങൾ അവൻ അവൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചിരുന്നു. എല്ലാത്തിലും ഒരു മുഖം മാത്രം തെളിഞ്ഞു നിന്നു, ജാനകി. അതെ, അവളാണ് തൻ്റെ ഭാര്യ എന്ന് മനസ്സ് അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ തങ്ങൾക്കിടയിൽ ഇപ്പോഴും നേർത്തൊരു സ്നേഹദൂരമുണ്ട്. അത് ഈശ്വരൻ തന്നെ മാറ്റിത്തരട്ടെ എന്ന് അവൻ ആഗ്രഹിച്ചു. അതോടൊപ്പം ഇനിയൊരു പ്രവാസ ജീവിതം വല്ലാത്ത വേദനയായിരിക്കും നൽകുന്നത് എന്നും അവന് മനസ്സിലായിരുന്നു. ഈ കുറച്ച് കാലങ്ങൾ കൊണ്ട് അവൾ തൻ്റെ മനസ്സിൽ ഇത്രത്തോളം ഇടം നേടിയെങ്കിൽ താൻ ഇത്രത്തോളം അവളുടെ സാന്നിധ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൾ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞ നിമിഷങ്ങൾ മുതൽ തൻ്റെ സാന്നിധ്യവും കരുതലും സംരക്ഷണവും ഒക്കെ എത്രത്തോളം അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. താൻ അകറ്റി നിർത്തിയ നിമിഷങ്ങളിൽ അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. ഈ നിമിഷം പോലും വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച തികയുന്നതിന് മുൻപ് താൻ മരുഭൂമിയിലേക്ക് യാത്രയായപ്പോൾ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ തൻ്റെ സ്നേഹം, തൻ്റെ സാന്നിധ്യം? താൻ ചെയ്തതൊക്കെ തെറ്റാണോ എന്ന കുറ്റബോധം ഒരു നിമിഷം അവൻ്റെ മനസ്സിനെ മഥിക്കുവാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും ഒരു പരാതിയും പരിഭവവും പറയാതെ തൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുകയാണവൾ. ചെറിയൊരു സമ്മാനമാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും അതിലവൾ സന്തോഷം കണ്ടെത്തുന്നു. യഥാർത്ഥ പ്രണയം അങ്ങനെയാണെന്ന് അവൻ മനസ്സിലാക്കി. താൻ അവളെ വേദനിപ്പിച്ചതിന് പകരമായി അവളെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആ നിമിഷം അവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം മുഴുവൻ അവൻ ആലോചിച്ചത് ജാനകി തിരികെ വരുന്നതിനെക്കുറിച്ചായിരുന്നു. തിരികെ വന്ന് അവൻ്റെ അരികിലേക്ക് ഇരിക്കുന്നതും അവൻ്റെ സാന്നിധ്യവും എല്ലാം ആ ദിവസം അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എത്ര പെട്ടെന്ന് അവൾ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് പോലും തോന്നിയിരുന്നു. ഇടയ്ക്ക് പല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ പാളി ക്ലോക്കിലേക്കാണ് പോകുന്നത്. ഉച്ചയായപ്പോഴേക്കും ജാനിയുടെ ഫോൺ വന്നിരുന്നു. വലിയ സന്തോഷമായിരുന്നു അവൻ ആ നിമിഷം തോന്നിയിരുന്നത്. പെട്ടെന്ന് തന്നെ ഓട്ടോ റെഡിയായി എന്ന് പറഞ്ഞവൻ വിളിച്ചു. പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു. അവൾ തിരികെ വരുന്നത് വരെയുള്ളൊരു മനോഹരമായ കാത്തിരിപ്പ്. TV കാണാനെന്ന വ്യാജേന അവൻ ഹാളിൽ വന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ ലക്ഷ്യം അവളെ കാത്തിരിക്കുക എന്നത് തന്നെയായിരുന്നു. ഒരു ഓട്ടോ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പതിവിലും സന്തോഷമായിരുന്നു തോന്നിയത്. ഇറങ്ങുന്ന ആളെ കണ്ടപ്പോൾ മുഖത്തെ സന്തോഷം കെട്ടു തുടങ്ങിയിരുന്നു. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നത്. ആരാണെന്ന് അവൻ സൂക്ഷിച്ചു നോക്കിയിരുന്നു. ആദ്യമായി കാണുന്നത് പോലെ അവന് തോന്നി. പിന്നീട് ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തന്നോടൊപ്പം പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയായി അവന് സാമ്യം തോന്നിയത്. അവൾ ഇറങ്ങി വന്ന നിമിഷം തന്നെ പെൺകുട്ടി ചിരിയോടെ നടന്നു വരുന്നത് കണ്ടു. തിരിച്ചൊരു പുഞ്ചിരി നൽകുവാൻ അവൻ മറന്നിരുന്നില്ല. ഹരിയല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ നിനക്ക്? വളരെ പരിചയമുള്ള സ്വരം. അവൻ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. അതിനുശേഷം ചോദിച്ചു, രോഹിണിയല്ലേ? അത് തന്നെ. നീ മറന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു മറന്നിട്ടുണ്ടാകുമെന്ന്. നീ എന്താ ഇവിടെ? കല്യാണമൊക്കെ കഴിഞ്ഞോ? പിന്നെ കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരുമായി. ഇങ്ങോട്ട് നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. നീ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ. അവളുടെ സംസാരം കേട്ടപ്പോൾ അവനൊരു അത്ഭുതം തോന്നിയിരുന്നു. കേറി വാ. അവളെ അകത്തേക്ക് വിളിച്ചിരുന്നു. അവൻ പെട്ടെന്ന് സുഗന്ധിയും ഇറങ്ങി വന്നു. ആരാ മോനെ? എൻ്റെ കൂടെ പഠിച്ചതാ അമ്മേ. ആണോ? കേറിയിരിക്കും മോളെ. അമ്മ കുടിക്കാൻ എന്തെങ്കിലും? ഹരി പറഞ്ഞു. ഊണ് കഴിച്ചിട്ട് പോവാം മോളെ, സുഗന്ധി പറഞ്ഞു. അയ്യോ വേണ്ടമ്മേ, ഞാൻ ജോലിയില്ല. ഇവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. ചിരിയോട് സുഗന്ധി അകത്തേക്ക് പോയിരുന്നു. നീ എന്താ പതിവില്ലാതെ എന്നെ കാണാൻ വേണ്ടി വന്നത്? എടാ, ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കേബിൾ TVയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഇവിടെ ജോലി ചെയ്യുക. LICയിൽ 1 വർഷമായി. കമ്മീഷനുണ്ട്. കൂടുതൽ ഗൾഫിലേക്ക് വരുന്നവരെ നോക്കിയിട്ടാണേ. ഞാനിപ്പോൾ ഇവിടെ അടുത്ത് വന്നതാ. ഒരു കൂട്ടുകാരിയുണ്ട്. അവരാണ് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് ഗൾഫിൽ നിന്ന് വരുന്ന കുറേ ആളുകളുണ്ടെന്ന്. അപ്പോൾ വന്നപ്പോൾ നിൻ്റെ വീട്. ഞാനൊരു സഹായം ചോദിച്ചാൽ നീ അത് ചെയ്യാതിരിക്കുമോ? ഇങ്ങനെയൊക്കെ അല്ലടാ പഴയ സുഹൃത്തുക്കളെ ഒന്ന് സഹായിക്കുന്നത്. നീ എനിക്ക് വേണ്ടി ഒരു പോളിസി എടുക്കണം.
നീയും കൂടി ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ മാസത്തെ ടാർജറ്റ് കറക്റ്റ് ആവും. വല്ലാത്ത പ്രാരാബ്ദങ്ങളാണ് ശ്രീഹരി. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരു മാസം LIC അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും അല്ലല്ലോ. അവളുടെ വർത്തമാനം കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. അപ്പോൾ അതിനാണ് നീ നട്ടുച്ചയ്ക്ക് കുറ്റിയും പറിച്ച് വന്നത്? ഞാൻ വിചാരിക്കുകയും ചെയ്തു. സ്കൂൾ കഴിഞ്ഞിട്ട് ഒറ്റ വട്ടം പോലും കണ്ടിട്ടില്ല. എന്നിട്ട് നീ എന്നെ തിരക്കി ഇവിടെ വരണമെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന്. ജീവിതം പച്ച പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എത്ര എത്ര വേഷങ്ങൾ കെട്ടിയാലൊക്കും ശ്രീഹരി. നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്ന് പറയാം എന്നേ ഉള്ളൂ. നീ പറയുന്ന പോലെ ഗൾഫുകാർക്ക് കണ്ണും പൂട്ടി അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. എപ്പോഴാണ് അവിടുത്തെ പണി പോകുന്നതെന്നും അവിടുന്ന് പറഞ്ഞു വിടുന്നതെന്നും ഒന്നും ഉറപ്പില്ലാത്ത ജോലിയല്ലേ. ഞാൻ ഇപ്പം തന്നെ 10 ദിവസത്തെ ലീവിന് വന്നാണ്. ഏതായാലും നിനക്ക് വേണ്ടി ഞാനൊരു പോളിസി എടുക്കാം. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ. ചിരിയോടെയായിരുന്നു അവനത് പറഞ്ഞത്. പെട്ടെന്നാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിർത്തിയത്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവിടേക്ക് പാറിപ്പോകാൻ തുടങ്ങിയിരുന്നു. ഓട്ടോയിൽ നിന്നും ജാനകി ഇറങ്ങി വന്നതും അവൻ്റെ മുഖം തെളിഞ്ഞു. ചിരിയോടെ സുന്ദരിയായ ഒരു യുവതിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഹരിയേട്ടനെയാണ് അവൾ കണ്ടത്. ഒരു നിമിഷം ആണ് എന്നതും അതോടൊപ്പം തന്നെ ചെറിയൊരു അസൂയയും അവളിൽ ജനിപ്പിച്ചിരുന്നു. ഇതുവരെ തന്നോട് ഇത്രത്തോളം സന്തോഷത്തോടെ സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അകത്തേക്ക് വന്നതും അവൾ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് വിചാരിച്ചു നിന്നു. കയറി വരാനെന്ന് ഹരി തലകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോഴാണ് അകത്തേക്ക് കയറിയത്. ഇതാണോ നിന്റെ സിസ്റ്റർ? ട്വിൻസിലൊരാൾ? പെട്ടെന്ന് രോഹിണി അങ്ങനെ ചോദിച്ചപ്പോൾ രണ്ടുപേരും വല്ലാതെയായി പോയിരുന്നു. എന്തു പറഞ്ഞവളെ പരിചയപ്പെടുത്തുമെന്ന് ശ്രീഹരിക്കും ഒരു രൂപമുണ്ടായിരുന്നില്ല. അല്ല, അവളിവിടെ ഇല്ല. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുക. എൻ്റെ വൈഫാണ് ജാനകി. ആഹാ, വൈഫാണോ? എത്ര നാളായി മാരേജ് കഴിഞ്ഞിട്ട്? രോഹിണി ചോദിച്ചു. 1 വർഷം ആകുന്നു. എന്താ ചെയ്യുക? പെട്ടെന്ന് രോഹിണി ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളൊരു പുഞ്ചിരി പകരം നൽകി. അതിനുശേഷം മെല്ലെ മറുപടി പറയാൻ തുടങ്ങി. ഡിഗ്രി 2nd ഇയർ. പെട്ടെന്ന് രോഹിണി ഒരു പുഞ്ചിരിയോടെ ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കി. ലവ് മാരേജ് ആണോടാ? മറുപടി എന്ത് പറയണമെന്നറിയാതെ ശ്രീഹരി ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ജാനകിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഗന്ധി ജ്യൂസുമായി എത്തി. നീ സമയം പോലൊരു ദിവസം പറഞ്ഞാൽ മതി, ഞാനപ്പോൾ പോളിസി എടുക്കാം. എനിക്കിപ്പോൾ സമയമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ലഞ്ച് ടൈം നോക്കി തന്നെ വന്നത്. ഈ സമയത്താകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് അത് നോക്കി ഞാൻ വന്നതാ. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. നീ ഒപ്പ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ID കാർഡ് നമ്പേഴ്സും. എനിക്കറിയാമായിരുന്നു പറയുമ്പോൾ നീ സമ്മതിക്കുമെന്ന്. നീ ഇത്രയും കടന്ന് ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ചെറു പുഞ്ചിരിയോടെയാണ് ശ്രീഹരി ഇത് പറഞ്ഞിരുന്നത്. അല്ല, നീ എത്ര രൂപയുടെ പോളിസിയാണ് ഉദ്ദേശിക്കുന്നത്? 1 മാസം 5000 രൂപ. അതൊക്കെ പറ്റില്ലേ? അധികാരത്തോടെയുള്ള അവളുടെ ആ സംസാരം ജാനകിയിൽ ചെറിയൊരു നൊമ്പരം ഉണർത്തിയിരുന്നു. പോടി, 1 മാസം 5000 രൂപയ്ക്കോ? നീ തന്നെ പറഞ്ഞില്ലേ ഈ ഗൾഫിലെ ജോലിയൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ലെന്ന്. അപ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്കായിട്ട് വേണം. ജോലി പോയാലും നമുക്ക് ജീവിക്കണ്ടേ? ഇതാകുമ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നല്ലൊരു തുക കിട്ടും. വേണമെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാം, വീട് വെക്കാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ദേ മോളെ, ഇവരാണുങ്ങളുണ്ടല്ലോ, ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. ഇന്നെങ്ങനെ വേണം, എത്ര രൂപ ചിലവാക്കണമെന്ന്. നാളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ പെണ്ണുങ്ങളാണ്. നാളെ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടാവട്ടെ. അപ്പോൾ മനസ്സിലാവും ഒന്നും കരുതി വയ്ക്കാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ജാനകിയുടെ മുഖത്തേക്ക് നോക്കി രോഹിണി അത് പറഞ്ഞപ്പോൾ ജാനകിയും ശ്രീഹരിയും വല്ലാതെയായി പോയിരുന്നു. സുഗന്ധിയുടെ ചുണ്ടിൽ മാത്രം ഒരു പുഞ്ചിരി നിന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ സുഗന്ധി അകത്തേക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നാ പറഞ്ഞത്? ജാനകിയുടെ ആയിരുന്നു രോഹിണി ചോദിച്ചത്. 1 വർഷം ആകുന്നു. ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കരുത് മോളെ. കുഞ്ഞുങ്ങൾ വേണം. നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. പിന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടായെന്ന് വരില്ല. ജാനകി അറിയാതെ ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ തല കുമ്പിട്ടിരിക്കുക. അവൾക്ക് ചിരി വന്നു. നീ ഒപ്പിടാനുള്ള പേപ്പർ എടുത്തേ, ഞാൻ ഒപ്പിട്ട് തരാം. അതും പറഞ്ഞ് ശ്രീഹരി മുകളിലേക്ക് പോയിരുന്നു. പേഴ്സിൽ നിന്ന് കാശുമെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഭക്ഷണം കഴിക്കണ്ടേ? ജാനകിയുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവൾ മടിയോടെ രോഹിണിയെ നോക്കി ഒന്ന് ചിരിച്ച് മുറിയിലേക്ക് പോയിരുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഹരി. ഹരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഫയലിൽ വെച്ചതിന് ശേഷം രോഹിണി ചോദിച്ചു. ഉച്ചയ്ക്ക് വന്നിട്ട് ചോറുണ്ണാതെയോ? ഭക്ഷണം കഴിച്ചിട്ട് പോയാടി. നീ കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ടടാ, താമസിക്കില്ല. നീ ഭക്ഷണം കഴിക്കുക. കറക്റ്റ് സമയത്ത് തന്നെ നിന്നെ ഓഫീസിലെത്തിച്ചാൽ പോരെ? ഞാൻ പോയി ജാനകിയെ വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറി. മുറിയിലേക്ക് ചെല്ലുമ്പോഴും ജാനകി വസ്ത്രം മാറാതെ കട്ടിലിരുന്ന ഒരേ ആലോചനയാണ്. നീ ഡ്രസ്സ് മാറിയില്ലേ? വേഗം വാടി, ഭക്ഷണം കഴിക്കാം. നേരെ ഒരുപാടായി. ഞാൻ നീ വരട്ടെ എന്ന് കരുതിയാ ഭക്ഷണം കഴിക്കാതിരുന്നത്. അവൻ്റെ ആ വാചകങ്ങൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ സന്ദേഹങ്ങളും അലിയിച്ച് അവളുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിവുള്ളതായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ തലയാട്ടി. അതാരാ ഹരിയേട്ടാ? മടിച്ചാണ് അവൾ ചോദിച്ചിരുന്നത്. എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട്. അവൾക്ക് LIC ആണ് ജോലി. എന്നെക്കൊണ്ടൊരു പോളിസി എടുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നീ വേഗം താഴേക്ക് വാ.
അതും പറഞ്ഞ് ശ്രീഹരി താഴേക്ക് പോയിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ അവൻ തന്നെ കാത്തിരുന്നു എന്ന അവൻ്റെ വാചകം അതവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചിരുന്നു. ആ ഒരു ഊർജത്തിൽ അവൾ പെട്ടെന്ന് തന്നെ വേഷമൊക്കെ മാറി താഴേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ശ്രീഹരിയും രോഹിണിയും കഴിക്കാനായി ഇരുന്നു കഴിഞ്ഞു. നീ കൂടി ഇരുന്നോ മോളെ, സുഗന്ധി പറഞ്ഞു. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം. സാരമില്ല, നീ ഇരിക്ക്. സേതുവേട്ടൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അതൊരു സമയമാവും. ഹരി നിന്നെ നോക്കിയിരുന്നാണ്. ഹരിയുടെ അരികിലേക്കുള്ള കസേര അവൾക്ക് നേരെ നീക്കിക്കൊണ്ട് സുഗന്ധി പറഞ്ഞു. പിന്നീട് അവൾക്ക് എതിർത്ത് പറയാൻ പറ്റുമായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രോഹിണി പഴയ സ്കൂൾ ജീവിതത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ശ്രീഹരി പുഞ്ചിരിക്കുന്നതും ഹരി അതിൽ പങ്കുചേരുന്നതുമൊക്കെ അവൾ കണ്ടിരുന്നു. സന്തോഷത്തോടെയുള്ള ശ്രീഹരിയുടെ മുഖം അവൾക്ക് വളരെയധികം സന്തോഷം നിറച്ചെങ്കിലും തന്നോടൊപ്പം അവൻ അത്രത്തോളം സന്തോഷവാനല്ലല്ലോ എന്ന ചിന്ത അവളെ അലട്ടിയിരുന്നു. ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ താൻ കെട്ടിപ്പൂട്ടിയിരിക്കുകയാണ് ഹരിയേട്ടനെ എന്നൊരു കുറ്റബോധം അവളിലൂടെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയപ്പോഴായിരുന്നു ശ്രീഹരിയുടെ ആ വാചകം കേട്ടിരുന്നത്. അമ്മേ, വണ്ടിയുടെ താക്കോലെവിടെ? ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടിട്ട് വരാം. വേണ്ടടാ, ഞാൻ ഇവിടുന്ന് ഓട്ടോയോ മറ്റോ വിളിച്ച് പോയിക്കോളാം. എപ്പോഴും ഓട്ടോ കിട്ടുന്ന സ്ഥലമൊന്നും അല്ലടി ഇത്. അതുമാത്രമല്ല, നിനക്ക് താമസിക്കാതെ ഓഫീസിൽ എത്തണമെന്നല്ലേ പറഞ്ഞത്. ഇനി ഞാൻ കാരണം നിൻ്റെ ഇന്നത്തെ പകുതി സാലറി പോകണ്ട. ഞാൻ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്താം. അവിടുന്ന് ഓട്ടോ ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. എന്തുകൊണ്ടോ ആ ഒരു സംഭവം ജാനകിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു സമ്മാനിച്ചിരുന്നത്. പെട്ടെന്ന് രാവിലെ ദേവൻ പറഞ്ഞപ്പോൾ തന്നെ കോളേജിലേക്ക് കൊണ്ടുപോയി വിടാതിരുന്ന ഹരിയേട്ടൻ്റെ മുഖമാണ് അവൾക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നത്. എന്തുകൊണ്ടോ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്നോട് മാത്രം എന്തിനാണ് ഈ അവഗണന? ഇത്രമേൽ സ്നേഹിച്ചതുകൊണ്ടോ? ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന പരിഗണന പോലും തനിക്ക് ഹരിയേട്ടൻ നൽകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു. എങ്ങനെയൊക്കെയോ പാത്രങ്ങളെല്ലാം കഴുകി. അതിനിടയിൽ പുറത്ത് വണ്ടി സ്റ്റാർട്ടാകുന്നതും പോകുന്നതുമായ ഒച്ച അവൾ കേട്ടിരുന്നു. അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീരുതിർന്നു വീണു തുടങ്ങി. കാത്തിരിക്കുമല്ലോ അല്ലേ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി? പിന്നെ നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം.